എല്ലാവരും വളരെ ഭയത്തോടുകൂടി കാണുന്ന ഒരു പ്രശ്നമാണ് മൂക്കിൽ നിന്ന് ചോര വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മൂക്കിൽ നിന്ന് ചോര വരുന്നതിന് എപ്പിസ്റ്റാക്സിസ് എന്നാണ് മെഡിക്കൽ ഭാഷയിൽ പറയുന്നത്. ഇതെന്തുകൊണ്ടുണ്ടാവുന്നു, അപ്പോഴാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ടത്. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. പെട്ടെന്ന് രാത്രി ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോഴായിരിക്കും മൂക്കിൽ നിന്ന് പലപ്പോഴും ചോര വരാറ്. അപ്പോൾ പലപ്പോഴും പാനിക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ് പലരും ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ഈ ഒരു വിഷയത്തെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. മൂക്ക് വളരെയധികം വാസ്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള രക്തക്കൊഴലുകൾ മൂക്കിൻ്റെ ഉള്ളിൽ, നടുവിലെ പാലത്തിലും സൈഡിലുള്ള ഭിത്തികളിലും ഒക്കെയുണ്ട്. അപ്പോൾ മൂക്കിൻ്റെ മുന്നിലുള്ള ചെറിയ രക്തക്കൊഴലുകളിൽ നിന്നും ചോര വരാം. അതുപോലെ മൂക്കിൻ്റെ പിന്നിലോട്ടുള്ളത് വളരെ വലിയ രക്തക്കൊഴലുകളാണ്. അപ്പോൾ മുന്നിൽ നിന്ന് ചെറിയ രക്തക്കൊഴലുകളിൽ നിന്ന് ചോര വരുമ്പോൾ ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ് എന്നും, മൂക്കിൻ്റെ പിന്നിൽ നിന്ന് വളരെ വലിയ രക്തക്കൊഴലുകളിൽ നിന്ന് ചോര വരുമ്പോൾ പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് എന്നും പറയുന്നു. നിങ്ങൾ വിചാരിക്കും, ഇത്രയൊക്കെ അനാറ്റമി ഞങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, മുന്നിൽ നിന്ന് ബ്ലീഡ് ചെയ്യുമ്പോൾ ഒരു 95% നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചേക്കും. എന്നാൽ പിന്നിൽ നിന്ന് വരുന്ന ബ്ലീഡിങ്ങുകൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. അത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പ്രയാസവുമായി വന്നേക്കാം. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയുന്നതിൻ്റെ പ്രാധാന്യം. ഇനി മൂക്കിൻ്റെ ഉള്ളിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ? നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് മൂക്കിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ലോക്കൽ കാരണങ്ങളല്ലാതെ ശരീരത്തിലുള്ള മറ്റ് അസുഖങ്ങളും മൂക്കിൽ നിന്ന് ചോര വരാനുള്ള കാരണമാവാറുണ്ട്, പ്രത്യേകിച്ചും രക്താതിസമ്മർദ്ദം. അപ്പോൾ ഈ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ചെറിയ കുട്ടികൾ മൂക്കിൽ വിരലിടുമ്പോഴാണ്. ചെറിയ കുട്ടികൾ മാത്രമല്ല, നമ്മളെപ്പോലെ ചില മുതിർന്ന ആളുകൾക്കും ഈ സ്വഭാവമുണ്ട്. എന്ത് കിട്ടിയാലും മൂക്കിലിടും. അതോടൊപ്പം മൂക്കിൻ്റെ മുൻവശത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഉണങ്ങിയ ക്രസ്റ്റുകൾ നീക്കം ചെയ്യുന്ന സ്വഭാവം. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ മൂക്കിൻ്റെ ഉള്ളിലെ വളരെ മൃദുവായിട്ടുള്ള, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്ന് മുറിയാനുള്ള സാധ്യതയുണ്ട്. ഇത് മൂക്കിൽ നിന്ന് ചോര വരുന്നതിനൊരു കാരണമാണ്. വിട്ടുമാറാത്ത അലർജിയും ജലദോഷവും ഒക്കെ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ടവല് കൊണ്ടൊക്കെ, വളരെ ഹാർഡായിട്ടുള്ള ടർക്കി ടവലുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് മൂക്കിൻ്റെ ഉള്ളിലെ മൃദുവായ സ്കിന്നിന് കേടുപാടുകൾ സംഭവിപ്പിക്കാനുള്ള കാരണമാവുന്നു. അപ്പോഴും മൂക്കിൽ നിന്ന് ചോര വരാം. പിന്നെയുള്ളത് മൂക്കിൽ ജലദോഷവും സൈനസിലൊക്കെ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ സൈനസുകൾക്കുള്ളിലൊക്കെയുള്ള രക്തക്കൊഴലുകൾ വികസിക്കുന്നു. കഫത്തോടൊപ്പം തൊണ്ടയുടെ പിന്നിലോട്ടും മുന്നിലോട്ടും ഒക്കെ ചോര വരാം. കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് മൂക്ക് എവിടെയെങ്കിലും ഇടിക്കുമ്പോഴുണ്ടാകുന്ന ചോര വരിക. മൂക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമ്മുടെ മുഖത്തുള്ള ഒരു സ്ട്രക്ചർ ആയതിനാൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത് മൂക്കിലേക്കാണ്. അപ്പോൾ മൂക്കിൻ്റെ ഉള്ളിലെ എല്ലുകൾക്ക് എന്തെങ്കിലും പൊട്ടൽ സംഭവിച്ചാൽ മൂക്കിൽ നിന്ന് ചോര വരാം. മൂക്കിൻ്റെ എല്ലുകൾ മാത്രമല്ല, നമ്മുടെ സൈനസിൻ്റെ ചുറ്റുമുള്ള ഭിത്തികളായിട്ടുള്ള എല്ലുകളിലും കേടുപാടുകൾ സംഭവിച്ചാൽ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നിലോട്ടും രക്തം വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ റോഡ് അപകടങ്ങൾ, മറ്റ് ചെറിയ ആക്സിഡൻസിലൊക്കെ മൂക്കിൽ നിന്ന് ചോര വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂക്കിൻ്റെ പിന്നിൽ എന്തെങ്കിലും വളർച്ചകൾ, എന്തെങ്കിലും ട്യൂമറോ ക്യാൻസറോ ഒക്കെ ഉണ്ടെങ്കിലും മൂക്കിൽ നിന്ന് ചോര വരാനുള്ള ഒരു കാരണമാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എപ്പോഴോ ഇട്ട ഒരു ഫോറിൻ ബോഡി, ഒരു അന്യവസ്തു, ചെറിയ കുട്ടികൾക്കാണ് ഇത് സാധാരണ കാണാറ്. ഇത് കുറേ കാലമായിട്ട് അവിടെ മൂക്കിൻ്റെ ഉള്ളിൽ തങ്ങിയിരുന്നാൽ റൈനോലിത്ത് എന്ന് പറഞ്ഞ് വളരെ കട്ടിയുള്ള ഒരു സ്റ്റോൺ ഫോം ചെയ്യാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നുള്ളത് മൂക്കിൻ്റെ പാലം വളരെ ഷാർപ്പായിട്ട് വളഞ്ഞൊരു ഷാർപ്പ് സ്പെർ ഉണ്ടാവുക. ഇതും മൂക്കിൽ നിന്ന് ചോര വരാനുള്ള ഒരു കാരണമാണ്. ഇനി മൂക്കിൻ്റെയും സൈനസിൻ്റെയും കാരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ് മൂക്കിൽ നിന്ന് ചോര വരാനായിട്ടുള്ളത്? ഹൈപ്പർ ടെൻഷൻ, BP കൂടുന്നതാണ് സാധാരണഗതിയിൽ OPയിലെത്തുന്ന കൂടുതൽ രോഗികൾക്ക് മൂക്കിൽ നിന്ന് ചോര വരാനുള്ള ഒരു കാരണം. ഇത് സാധാരണയായിട്ട് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആണ്. മൂക്കിൻ്റെ പിൻവശത്തുള്ള രക്തക്കൊഴലുകളിൽ നിന്ന് ചോര വന്ന് മൂക്കിൻ്റെ പിന്നിലോട്ടും വായിലൂടെയുമൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവുക. പിന്നെ ഇങ്ങനെ വരാനുള്ള കാരണം കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുക, ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ എടുക്കുന്നവർ, ഇത്തരക്കാർക്കൊക്കെ മൂക്കിൽ നിന്ന് ചോര വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയുള്ള ഒരു ഫിസിയോളജിക്കൽ പ്രശ്നം പ്രഗ്നൻസി. ഗർഭിണികളിൽ മൂക്കിനുള്ളിൽ ചോര വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഗർഭിണികളുടെ ബ്ലഡ് വോളിയം, നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ അളവ് കൂടുതലാണ്. അതുപോലെ ഈ പ്രഗ്നൻസി ഹോർമോൺസിന്റെ ഇഫക്റ്റ് കൊണ്ട് മൂക്കിൽ നിന്ന് ചോര വരാനുള്ള സാധ്യത കൂടുന്നു. പിന്നെ ബ്ലഡ് തിന്നേഴ്സ്, അതായത് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ തുടങ്ങിയ മരുന്നുകൾ ഹാർട്ടിന്റെ അസുഖത്തിനൊക്കെ കഴിക്കുന്നവരിൽ മൂക്കിൽ നിന്ന് ചിലപ്പോൾ ചോര വരുന്നത് കാണാറുണ്ട്. പിന്നെ വളരെ റെയറായിട്ട് കാണുന്ന ഒരു പ്രശ്നം, മൂക്കിലടിക്കുന്ന അലർജിയുടെ നെയ്സൽ സ്പ്രേസ് തെറ്റായിട്ടുള്ള രീതിയിലാണ് മൂക്കിലേക്ക് അടിക്കുന്നതെങ്കിൽ മൂക്കിൽ നിന്ന് ചോര വരാനുള്ള കാരണമായിട്ട് അത് മാറാറുണ്ട്. അപ്പോൾ മൂക്കിൽ നിന്ന് ചോര വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്. ചില അവസരങ്ങളിൽ ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇഡിയോപതിക് എപ്പിസ്റ്റാക്സിസ് എന്ന പ്രശ്നവും ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലുക്കീമിയ, അതുപോലെ ത്രോംബോസൈറ്റോപീനിയ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ശരീരത്തിൽ കുറയുന്ന വൈറൽ ഫീവേഴ്സ്, പ്രത്യേകിച്ചും ഡെങ്കിപ്പനി തുടങ്ങിയവയിലൊക്കെ മൂക്കിൽ നിന്ന് ചോര വരുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങളാണ് മൂക്കിൽ നിന്ന് ചോര വരുമ്പോൾ നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ഇനി മൂക്കിൽ നിന്ന് ചോര വന്നു, എന്ത് ചെയ്യും ആ സമയത്ത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭയപ്പെടാതെ വളരെ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇരുന്നുകൊണ്ട് തലയൊന്ന് മുമ്പോട്ട് ചരിഞ്ഞിരിക്കുക. ഒരിക്കലും മൂക്കിൽ നിന്ന് ചോര വരുമ്പോൾ പിന്നിലേക്ക് കിടക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നിലോട്ട് ചാരി കിടന്നു കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ വയറിലേക്ക് എത്തും. ഈ സ്റ്റൊമക്കിൻ്റെ ലൈനിങ് ഈ ബ്ലഡിനോട് വളരെ ഹൈപ്പർ സെൻസിറ്റീവാണ്. ഇത് ഛർദിയും ഓക്കാനും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് മൂക്കിൽ നിന്ന് ചോര വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ബാക്കിലേക്ക് കിടക്കാതിരിക്കുക. മുമ്പോട്ടൊന്ന് കുനിഞ്ഞിരുന്ന് മൂക്കിൻ്റെ മുൻഭാഗം ഒന്ന് അമർത്തിപ്പിടിക്കാം. പലർക്കുമുള്ള ഒരു സംശയമാണ് ഏത് ഭാഗമാണ് അമർത്തിപ്പിടിക്കേണ്ടതെന്നുള്ളത്. ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ അമർത്തി കൊടുക്കേണ്ടത്. നമ്മുടെ തള്ളവിരലും ഇൻഡെക്സ് ഫിംഗറും ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇത് ഒരു ക്ലോക്ക് നോക്കി 5 മിനിറ്റ് തന്നെ നിർബന്ധമായിട്ടും ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ഇതൊന്ന് ലൂസാക്കി നിന്നോ എന്ന് നോക്കാൻ പാടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രഷർ റിലീസ് ആവുകയും വീണ്ടും ബ്ലഡ് വരാനുള്ള സാധ്യതയുമുണ്ട്. വീട്ടിൽ നിന്നൊക്കെയാണ് ഈ ബ്ലഡ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു തുണിയിൽ പൊതിഞ്ഞോ അതല്ലെങ്കിൽ നേരിട്ടോ മൂക്കിൻ്റെ ഈ ഭാഗത്ത് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 5 മിനിറ്റ് ഈ 2 വിരലുകൾ ഉപയോഗിച്ച് അമർത്തി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് നിന്നോ എന്ന് നോക്കരുത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാ തുറന്ന് ശ്വാസം വിട്ട് നമ്മുടെ മൂക്കിൻ്റെ മുന്നിലായിട്ട് ഒരു ബേസിനോ ഒരു മഗ്ഗോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. സാധാരണഗതിയിൽ ഒരു 90% ബ്ലീഡിങ്ങും 5 മിനിറ്റ് കൊണ്ട് നിൽക്കും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ശ്രമിച്ചിട്ടും നിൽക്കുന്നില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ശ്രമിക്കുക. മിക്കവാറും കാണാറുള്ളത് ഒരു 90% ബ്ലഡ് ഈ ഒരു 10 മിനിറ്റിനുള്ളിൽ നിൽക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ ശ്രമിച്ചു, എന്നിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല, തൊണ്ടയുടെ പിന്നിലൂടെ വീണ്ടും ബ്ലഡ് വരികയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെ എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് തന്നെ കണക്കാക്കി ഹോസ്പിറ്റലിലേക്ക് എത്തണം. അതാണ് ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട ആദ്യത്തെ ഇൻഡിക്കേഷൻ. രണ്ടാമത്തേത്, മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങിയത് ഒരു അപകടത്തിന് ശേഷമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂക്കിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടാവാം, സൈനസിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത്. പിന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ പനിയോ തലവേദനയോ ഒക്കെ കൂടിയുള്ള ഡെങ്കിപ്പനി പോലത്തെ ലക്ഷണങ്ങളോട് കൂടിയുള്ള മൂക്കിൽ നിന്ന് ചോര വരുന്നതാണെങ്കിലും ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഹോസ്പിറ്റലിൽ എത്തുക. മൂക്കിൽ നിന്ന് ചോര വരുന്നത് എന്തുകൊണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്, ഏതവസരങ്ങളിലൊക്കെയാണ് ഡോക്ടറെ കാണേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.